മൂട്ട റൂമിലേക്ക് സ്വാഗതം. ഹലോ കർച്ച, എന്തൊരു മൂട്ടന്റെ ഒരു പൂരല്ലേ ഇവിടെ. അത് നോക്കിയേ, എത്ര വലുപ്പുണ്ട മൂട്ടയാണ്. കർച്ച, നിങ്ങൾ ഇങ്ങനെ ചെയ്താലും ശരിയാകത്തില്ല കേട്ടാ. നിങ്ങളാണ് ഈ റൂമിലേക്ക് മൊത്തം മൂട്ട കൊടുത്തിട്ട് ഇവിടെ കൂട്ടിയത്. ഉറങ്ങാൻ പോലും ഞമ്മൾക്ക് പറ്റുന്നില്ല. ഈ പാതിരാ സമയത്ത് ഉറങ്ങേണ്ട സമയത്ത് ഞങ്ങളൊക്കെ രാവിലെ ജോലിക്ക് പോകേണ്ട ആൾക്കാരാണ്. നിങ്ങളൊന്നും എന്താണ് മറുപടി ഒന്നും പറയുന്നില്ല? ഞാനെന്തിപ്പോ പറയാൻ? ഇപ്പം ഞാനിപ്പോൾ മൂട്ട കൊടുക്കുന്നതങ്ങ പറയുന്നത്. മൂട്ടയുടെ മുമ്പേ ഉണ്ട്, കണ്ടില്ലേ എത്ര വലിയ വലിയ മൂട്ടയുണ്ട് ഇവിടെ. ഇപ്പോൾ ഞാനെന്തോ ഇപ്പോൾ മൂട്ട കൊടുന്ന ഓട്ടമല്ല പറയുന്നത്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 3-4 മാസം എത്ര, അതിന് മുമ്പിലേ മൂട്ട കുഞ്ഞോളല്ലേ ഞാൻ കണ്ടിന്. ഞാൻ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ കുറച്ച് വലുതായിന്നേ ഉള്ളൂ. പിന്നെ വേറെ എന്തിപ്പോൾ ഉണ്ടത്? ഇപ്പം മൂട്ട കടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ചോര പോയെങ്കിൽ ഇപ്പോൾ വലിയ ആനും പിന്നെ കുതിര മറിയാനൊന്നും ഇല്ല മോനെ ഇപ്പോൾ. കണ്ടില്ല മൂട്ട ഇതാ ഇത് ഇപ്പം വലിയ മൂട്ടയൊന്നുമല്ല. ഈ മൂട്ടയിൽ ഇപ്പോൾ അത്ര ചോര എനിക്ക് കാണുന്നുമില്ല. പിന്നെ നിങ്ങളെ പോലത്തെ ആളെ ചോര കുടിച്ചെങ്കിൽ ഇപ്പം എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ചെക്കൻ കണ്ടില്ലേ കടന്നുറങ്ങുന്ന ആടെ പാവം, മൂട്ട അടിച്ചിട്ട് വേണ്ടി ബേജാറുകൊണ്ട് ഉറക്കുന്നത്. പിന്നെ എന്തിപ്പോൾ ഇത് ഇതാ ഈ കളവന് ചട ഉറക്കുന്ന മുകളിൽ ഇപ്പം ഇതില്ല വലിയ വിഷയമൊന്നുമല്ല. ഇപ്പം എനിക്ക് അങ്ങനെ വലിയതായിട്ട് തോന്നുന്നില്ല. അതൊരു ചെക്കൻ ഇതാ മുകളിൽ കിടന്നുറക്കുന്നാടില്ലേ, എല്ലാം മൂട്ട കടിച്ചിട്ടാകുമ്പോൾ എന്താവും നല്ല ഓണം ക്ഷീണം വരും. ചോരെല്ലാം പോയിട്ടാകുമ്പോൾ നല്ല വാങ്ങൽ ഉറക്കം വരും. കണ്ടില്ലേ ഇതാണ്ടില്ലേ എത്രക്കുണ്ടോ. ഇങ്ങനത്തെ 4-5 ഉണ്ടെങ്കിൽ നമുക്കൊരു കറി വെക്കാം മോനെ. അയ്യ പായിനാണ്ടില്ല മൂട്ടനെ. അല്ല കർച്ച, ഇപ്പൊ നമ്മൾ ഈ മൂട്ടനെ ഈ റൂമിൽ നിന്ന് മാറ്റാൻ എന്താണ് ഒരു പരിപാടി? എന്തെങ്കിലും മാർഗമുണ്ടോ? എന്ത് മാർഗം മോനെ? മൂട്ട പണ്ടേ ദുബൈയിലുണ്ട് തന്നെ. ഏത് വലിയ പുതിയൊന്നല്ല. അത് കിടന്ന് ആരെങ്കിലും പെട്ടിയിലെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ അല്ല എത്തിയിട്ട് നാട്ടിലും കൂടും. നാട്ടിലെല്ലാം മുമ്പുണ്ടായിരുന്നു. ഇപ്പം ഒന്നും മൂട്ടൊന്നുമില്ല നാട്ടിൽ. അധികം ദുബൈക്കാരൻ്റെ നാട്ടിലേക്കെല്ലാം മൂട്ട കൊണ്ടുവന്നത്. പിന്നെ ഞാനിടെ മൂട്ട കൊണ്ടിട്ട് ദുബൈയിൽ പോയിട്ടുണ്ടോ പിടിക്കുന്നൊന്നുമില്ല. പിന്നെ കുറേ എന്നോടുണ്ട് ചൊടിയുണ്ട് കുറേ വേണ്ടാത്ത ആൾക്കാരെല്ലാം എന്നെ പിടിച്ച് കുറ്റം പറയുന്നതിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ ഞാൻ കയ്യിൽ കിട്ടാൻ വേണ്ടി കാക്കുന്ന ആ വിഷയം വിടെ. പിന്നെ ഞാനിപ്പോൾ എന്താക്കാനി കഴിഞ്ഞത്ര ഞമ്മ എന്താക്കാറ് നിങ്ങൾക്ക് കടന്നു കൊടുക്കാം. മൂട്ട നല്ലോണം നമ്മളെ ചോര കുടിച്ചോട്ടെ. കുടിച്ചിട്ട് മടക്കുമ്പോൾ മൂട്ടക്ക് എന്ത് തോന്നും? ആ ചോര ഞമ്മ നല്ലോണം കുടിച്ചല്ലോ. ഇനി എന്താക്കും? മൂട്ട കുടിക്കുക ചോര കുടിക്കാൻ വേണ്ടി ചെയ്യും. അപ്പം ഞമ്മ കഴിയുന്നത് ഞമ്മക്ക് എന്താക്കാം, മൂട്ടക്ക് ചോര കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അത് നല്ലോണം കുടിച്ചിട്ടാകുമ്പോൾ അതിന് മടുത്തിട്ടാകുമ്പോൾ എന്താക്കാം, ഞമ്മ കാണുന്നില്ല ഇപ്പം നല്ലോണം എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ടായിട്ടാകുമ്പോൾ നമുക്കത് മടക്കും. ഞമ്മ വേറെ എവിടെയും ഹോട്ടലിലേക്ക് തേടിയിട്ട് പോകും. ആടെ നല്ലത് നിങ്ങൾക്ക് തോന്നാറില്ല. അതുപോലെ തന്നെ മൂട്ടയെ ഇറക്കിയിട്ട് പോയിക്കോളും. കഴിഞ്ഞ എത്ര മൂട്ടക്ക് ചോര കൊടുക്കാൻ നോക്കുന്നുങ്ങ അവേ എന്തിനൊക്കെ ചെങ്ങ പറയുന്ന മൂട്ടക്ക് ചോര എടുക്കാൻ വേണ്ടിയിട്ടാ. ഇത്രയല്ല കൊടുത്തത് പോരാണ്ട. എന്തോരം അടിഞ്ഞാലപ്പാ. നിങ്ങൾ 500 രൂപ മേങ്ങിയിട്ട് നല്ല റൂം നല്ല പറഞ്ഞ് ഞങ്ങളെ കുറഞ്ഞിട്ട് നാട്ടിൽ പോയെങ്കിൽ കൊതുകടി, ഇവിടെ നിങ്ങൾ മൂട്ടക്കടി. എന്തിൻ്റെ അല്ല ഇവിടെ ഇപ്പം പോകേണ്ടത്? പോയ റൂമിലെല്ലാം മൂട്ട തന്നെ. എന്തോരം അടിഞ്ഞാടാ. ഏത് നായും ചമക്ക ഈ മൂട്ടയുടെ കുറഞ്ഞിട്ട് കുറിച്ചൊന്നും അറിയില്ല. എന്ത് പാക്കേണ്ടത് എന്ത് കഴിച്ചില്ലാലപ്പാ മൂട്ട കടിച്ച്. ഇയാളുടെ കാല് പോയിപ്പാ മൂട്ട കടിച്ചിട്ട്. ഇത് എത്ര ഒടിച്ചെങ്കിലും തീരുന്നില്ല. ഒറ്റാലും തീരാതെ അടിക്കാറല്ലോ. ആയി മതി അബ്ബാടെ ബേജാറാക്കണ്ട. ആകെ നീ നാട്ടിൽ പോകാൻ ഒരു മാസമേ ഉള്ളൂ. പോകുമ്പോൾ കുറച്ച് ഈ മൂട്ടലെല്ലാം പറക്കിയിട്ട് എനിക്ക് കെട്ടി തന്നരാ. നീ നാട്ടിലേക്ക് കൊണ്ടുവരും നല്ല സന്തോഷത്തില്ല. ബേജാറാക്കണ്ട, കരിയണ്ടാ.